ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ശ്രീമദ് മഹാഭാഗവതം പഞ്ചമസ്കന്ധം പഞ്ചദശോധ്യായഃ. 15-ാമത്തെ അധ്യായത്തിൽ ഭരതന്റെ വംശപരമ്പരയെക്കുറിച്ച് പറയുകയാണ്. ശ്രീശുക ഉവാച. ഭരതസ്യ ആത്മജഃ സുമതിർനാമ അഭിഹിതഃ യം ഊഹ വാവ കേചിത് പാഖണ്ഡിന ഋഷഭപദവീം അനുവർത്തമാനം ച അനാര്യ അവേദ സമാംനാതാം ദേവതാം സ്വമനീഷയാ പാപീയസ്യ കലൗ കൽപ്പയിഷ്യന്തി. ഭരതസ്യ ആത്മജഃ, ഭരതരാജർഷിയുടെ മകൻ, സുമതിഹി, സുമതി എന്ന പേരുള്ള, നാമ അഭിഹിതഃ, അറിയപ്പെട്ട ആ മകൻ, ഊഹ വാവ. ഇവിടെ പറയുന്നു അദ്ഭുതം എന്ന് പറയാം. ഇവരൊക്കെ തന്നെ വേദപ്രാമാണ്യത്തിൽ ഉറച്ചു വിശ്വസിച്ചിരുന്നവരാണ്. അതേസമയം ഈ സുമതി ഋഷഭപദവിയും, ഋഷഭദേവനെ പോലെ ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു അവധൂതന്റെ ആ മാർഗത്തെ അനുവർത്തമാനം, അനുവർത്തിച്ചുകൊണ്ടിരുന്ന യം, അദ്ദേഹത്തെ, മുൻപ് ഋഷഭദേവനെ ജൈനമതക്കാർ അവരുടെ ആചാര്യനാക്കിയതുപോലെ ഏതാനും ആളുകൾ, കേചിത് അനാര്യാഹ, ശ്രേഷ്ഠരല്ലാത്ത, പാഖണ്ഡിനഃ, വേദപ്രമാണത്തെ അംഗീകരിക്കാത്ത ചില നാസ്തികന്മാർ, പാപീയസ്യാസ്വമനീഷയാ, പാപദൂഷിതമായ തങ്ങളുടെ ബുദ്ധിയാൽ, അവേദ സമാംനാതാം, വേദോക്തമല്ലാത്ത ദേവതാം, ഒരു ദൈവമായിട്ട് അല്ലെങ്കിൽ അവതാരമായിട്ട്, കലൗ, ഇനി വരാനിരിക്കുന്ന കാലത്ത്, ഇത് ശുകബ്രഹ്മർഷി അന്നേ പറഞ്ഞു വെച്ചിരിക്കുന്നു, കലികാലത്ത് ഈ സുമതിയെ ചില ആളുകൾ അവരുടെ മതത്തിലെ, അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ബുദ്ധന്റെ അവതാരമായിട്ട് സുമതിയെ കൽപ്പയിഷ്യന്തിച്ച, അവർ സങ്കൽപ്പിച്ച് ആരാധിച്ചേക്കാം. പിന്നീട് കലികാലത്ത് ബുദ്ധമതം പ്രചാരം പ്രാപിക്കുന്ന സമയത്ത് ഈ ഭരതന്റെ മകനായ സുമതിയെ അദ്ദേഹം സ്വീകരിച്ച ആ അവധൂത വൃത്തിയുടെ ആന്തരികമായ അർത്ഥം മനസ്സിലാക്കാതെ വെറുതെ ഇങ്ങനെ നടന്നാൽ സന്യാസമായി എന്ന് ചിന്തിക്കുന്ന ഈ പാഖണ്ഡ മതക്കാർ, അതായത് ബുദ്ധമതത്തിന്റെ അനുയായികൾ, ഈ സുമതിയെ ബുദ്ധന്റെ അവതാരമായി കണക്കാക്കി ആരാധിച്ചേക്കും. ഇത് ഭാവി കാര്യമാണ് പറയുന്നത്. എന്തായാലും ഇത്രയും കാലമായിട്ട് അങ്ങനെ ഒരു ആരാധനയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടില്ല. ഒരു പക്ഷേ ഇനി വരാനിരിക്കുന്ന കാര്യമായിരിക്കാം. എന്തായാലും ബുദ്ധ അവതാരം നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്, അതായത് നമ്മളൊക്കെ അറിഞ്ഞു കഴിഞ്ഞതാണ്. പക്ഷെ സുമതി എന്നൊരു അവതാരത്തെ ബുദ്ധമതത്തിന്റെ ആളുകൾ ആരാധിക്കുന്നതായി ഞാൻ കേട്ടിട്ടില്ല. ഒരുപക്ഷെ ഭാവിയിൽ അങ്ങനെ ചെയ്തേക്കാം, ഇനി അല്ല, നമ്മൾ കേൾക്കാത്തതാകാം. എന്തായാലും ഈ സുമതിയെ വരാനിരിക്കുന്ന കാലത്ത് സാക്ഷാൽ ബുദ്ധന്റെ അവതാരമാണെന്ന് കരുതി ആദരിച്ച് ആരാധിക്കുവാൻ ഇടവന്നേക്കുമെന്ന് ശുകബ്രഹ്മർഷി അന്നേ പറഞ്ഞു വെച്ചു. 2-ാമത്തെ ശ്ലോകം. തസ്മാത് വൃദ്ധസേനായാം ദേവദാജിത് നാമ പുത്രഃ അഭവത്. തസ്മാത്, ഈ സുമതിയിൽ നിന്ന്, വൃദ്ധസേനായാം, വൃദ്ധസേന എന്ന ഭാര്യയിൽ, ദേവദാജിത് നാമ, ദേവദാജിത്ത് എന്നു പേരായ, പുത്രഃ അഭവത്, പുത്രനുണ്ടായി. അപ്പോൾ ഭരതന്റെ മകൻ സുമതി, സുമതിയുടെ മകൻ ദേവദാജിത്. 3-ാമത്തെ ശ്ലോകം. അഥ ആസുര്യാം തത് തനയോ ദേവദ്യുമ്നഃ തതഃ ധേനുമത്യാം സുതഃ പരമേഷ്ഠി തസ്യ സുവർച്ചലായാം പ്രതീഹ ഉപജാതഃ. അഥ ആസുര്യാം,
ഇനി ഈ പറഞ്ഞ ദേവതാജിത്തിന് ആസുരി എന്നവളിൽ തത്തനയഃ, ആ ദേവതാജിത്തിന്റെ പുത്രനായിട്ട് ദേവദ്യുമ്നഃ, ദേവദ്യുമ്നൻ എന്ന മകനുണ്ടായി. തതഃ ധേനുമത്യാം, ആ ദേവദ്യുമ്നന് ധേനുമതിയിൽ ജനിച്ച സുതഃ, പുത്രനായിട്ട് പരമേഷ്ഠി, പരമേഷ്ഠി എന്ന മകനും തസ്യ, ആ പരമേഷ്ഠിക്ക് സുവർച്ചലായാം, സുവർച്ചലയിൽ പ്രതീഹഃ, പ്രതീഹൻ എന്ന മകനും ഉപജാതഃ ഉണ്ടായി. നാലാമത്തെ ശ്ലോകം. യഹ ആത്മവിദ്യാം ആഖ്യായ സ്വയം സംശുദ്ധഃ മഹാപുരുഷം അനുസസ്മാര. യഹ, ഈ പ്രതീഹൻ ആത്മവിദ്യാം ആഖ്യായ, ആത്മവിദ്യ വ്യാഖ്യാനിച്ചു കൊടുത്ത് അങ്ങനെ അത് സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്ത് സ്വയം സംശുദ്ധഃ, സ്വയമേവ ശുദ്ധനായിട്ട് മഹാപുരുഷം, ആ സർവേശ്വരനെ അനുസസ്മാര, സാക്ഷാത്കരിച്ചു. അപ്പോൾ ഭരതന് ശേഷം ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് പോയ പ്രപുത്രനായിരുന്നു പ്രതീഹൻ. അഞ്ചാമത്തെ ശ്ലോകം. പ്രതീഹാത് സുവർച്ചലായാം പ്രതിഹർത്രാദയഃ ത്രയഃ ആസൻ ഇജ്യാകോവിദാഃ സൂനവഃ പ്രതിഹർത്തുഃ സ്തുത്യാം അജ ഭൂമാനൗ അവജനിഷാതാം. ഇനി ഈ പ്രതീഹാത്, പ്രതീഹനിൽ നിന്ന് ഭാര്യയായ സുവർച്ചലായാം, സുവർച്ചലയിൽ പ്രതിഹർത്രാദയഃ, പ്രതിഹർത്ത മുതലായ 3 പേർ, പ്രതിഹർത്ത, പ്രസ്തോത, ഉദ്ഗാത. ഇതിൽ ഉദ്ഗാത എന്ന് നമ്മൾ യജ്ഞത്തിന് നേതൃത്വം കൊടുക്കുന്നയാൾക്കൊരു പേരുണ്ട്. അപ്പോൾ ഈ 3 പേരെയും പറയുന്നത് ത്രയഃ, ഈ 3 പേരും ഇജ്യാകോവിദാഃ, യജ്ഞനിപുണന്മാരാണെന്ന് പറയുന്നു. ഇങ്ങനെയുള്ള സൂനവഃ, പുത്രന്മാർ ആസൻ ഉണ്ടായി. ഇവരിൽ പ്രതിഹർത്തുഹു, പ്രതിഹർത്താവിന് സ്തുത്യാം, സ്തുതി എന്ന ഭാര്യയിൽ അജ ഭൂമാനൗ, അജൻ ഭൂമാവ് എന്നീ 2 മക്കൾ അവജനിഷാതാം ജനിച്ചു. ആറാമത്തെ ശ്ലോകം. ഭൂമ്നഃ ഋഷികുല്യായാം ഉദ്ഗീതഃ തതഃ പ്രസ്താവോ ദേവകുല്യായാം പ്രസ്താവാത് നിയുത്സായാം ഹൃദയജ ആസീത് വിഭുഃ വിഭോ രത്യാം ച പൃഥുഷേണഃ തസ്മാത് നക്ത ആകൂത്യാം ജജ്ഞേ. നക്താത് ധൃതിപുത്രോ ഗയോ രാജർഷിപ്രവര ഉദാരശ്രവാ അജായത. സാക്ഷാത് ഭഗവതോ വിഷ്ണോഃ ജഗദ്രിരക്ഷിഷയാ ഗൃഹീതസത്വസ്യ കലൗ ആത്മവത്വാദിലക്ഷണേന മഹാപുരുഷതാം പ്രാപ്തഃ. ഭൂമ്നഃ, ഭൂമാവിന് ഋഷികുല്യായാം, ഋഷികുല്യ എന്ന പത്നിയിൽ ഉദ്ഗീതഃ, ഉദ്ഗീതൻ എന്ന മകൻ, തതഃ അദ്ദേഹത്തിന് ദേവകുല്യായ, ദേവകുല്യയിൽ പ്രസ്താവഃ, പ്രസ്താവൻ എന്ന മകൻ, പ്രസ്താവാത് നിയുത്സായാം, പ്രസ്താവനിൽ നിന്ന് നിയുത്സ എന്ന ഭാര്യയിൽ ഹൃദയജഃ പുത്രനായിട്ട് വിഭുഃ ആസീത്, വിഭുവും ജനിച്ചു. വിഭോഹോ രത്യാം, വിഭുവിന് രതി എന്ന ഭാര്യയിൽ പൃഥുഷേണഃ, പൃഥുഷേണനും, തസ്മാത് ആകൂത്യാം, ഈ പൃഥുഷേണന് ആകൂതി എന്ന ഭാര്യയിൽ നക്തഃ ജജ്ഞേ, നക്തനും ജനിച്ചു. നക്താത് ധൃതിപുത്രഃ, നക്തനിൽ നിന്ന് ധൃതിയുടെ പുത്രനായിട്ട് ഗയഃ ഉരുശ്രവാഹ, ഗയൻ എന്ന് വിഖ്യാതനായ രാജർഷിപ്രവരഃ അജായത, രാജർഷി പ്രമുഖൻ ജാതനായി. ഇനി ഈ ഗയനെ കുറിച്ചുള്ള കുറച്ച് വിശേഷണങ്ങൾ പറയാൻ പോവുകയാണ്. എനിക്ക് തോന്നുന്നത് ഈ ഗയന്റെ മഹാത്മ്യം കൊണ്ടാണ് പ്രസിദ്ധമായ ഗയാശ്രാദ്ധം ഉണ്ടായത് എന്ന് തോന്നുന്നു. ഗയഃ, ഗയൻ എന്ന് ഉരുശ്രവാഹ രാജർഷിപ്രവരഃ ജഗത് രിരക്ഷിഷയാ, ലോകരക്ഷയ്ക്കു വേണ്ടി ഗൃഹീത സത്വസ്യ, വിശുദ്ധ സത്വാത്മക രൂപമെടുത്ത സാക്ഷാത് ഭഗവതഃ വിഷ്ണോഹോ, ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ കലാംശം തന്നെയായിരുന്നു. അതുകൊണ്ടാണ് ഗയന് ഇത്ര പ്രശസ്തിയും അല്ലെങ്കിൽ മഹാത്മ്യവും.
ആത്മവിത്താദി ലക്ഷണേന മഹാമനസ്കത മുതലായ പ്രത്യേക യോഗ്യത കൊണ്ട് മഹാപുരുഷതാം പ്രാപ്തഃ മഹാപുരുഷൻ എന്ന ആ നിലയെ പ്രാപിച്ചവനും ആയിരുന്നു ഈ ഗയൻ. ഇനി ഗയന്റെ ആ മഹാപുരുഷതയെ വിസ്തരിക്കുകയാണ്. 7-ാമത്തെ ശ്ലോകം. സവൈ സ്വധർമ്മേണ പ്രജാപാലന പോഷണ പ്രീണന ഉപലാളന അനുശാസന ലക്ഷണേന ഇജ്യാദിനാ ച ഭഗവതി മഹാപുരുഷേ പരാപരേ ബ്രഹ്മണി സർവാത്മന അർപ്പിത പരമാർത്ഥലക്ഷണേന ബ്രഹ്മവിത് ചരണാനുസേവയാ ആപാദിത ഭഗവദ്ഭക്തിയോഗേന ച അഭീക്ഷ്ണശഃ പരിഭാവിത അതിശുദ്ധമതിഃ ഉപരതാനാത്മ്യ ആത്മനി സ്വയം ഉപലഭ്യമാന ബ്രഹ്മാത്മാനുഭാവഃ അപി നിരഭിമാന ഏവ അവനിം അജൂഗുപത്. സവൈ ഈ ഗയനാകട്ടെ പരാവരേ ബ്രഹ്മണി സർവാത്മകനും സർവവ്യാപകനും മഹാപുരുഷേ ഭഗവതി പുരുഷോത്തമനുമായ ഭഗവാൻ ശ്രീഹരിയിൽ സർവാത്മന അർപ്പിത സകലവിധേനയും അർപ്പിതമായി പരമാർത്ഥലക്ഷണേന പരമപുരുഷാർത്ഥത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് എന്നാൽ അതേസമയം തന്നെ അദ്ദേഹം തൻ്റെ പ്രജാപാലനവും ഭംഗിയായി കൊണ്ടുപോയി. അതാണ് പ്രജാപാലനം, പോഷണം, പ്രീണനം, ഉപലാളനം, അനുശാസനം എന്നീ ലക്ഷണേന എന്നീ സ്വരൂപത്തിലുള്ളതും എന്തൊക്കെയാണോ ഒരു രാജാവ് ചെയ്യേണ്ടത്, ഇങ്ങനെ തൻ്റെ പ്രജകളെ വളരെ ഭംഗിയായിട്ട് അവരെ പോഷിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു. അവരെ സാന്ത്വനിപ്പിക്കുന്ന രീതിയിലും എല്ലാം, എന്നാൽ ദണ്ഡനം കൊടുക്കേണ്ടടുത്ത് അങ്ങനെ ചെയ്തിട്ടും, അതാണ് അനുശാസനം. ഇങ്ങനെ അതേസമയം ഇജ്യാദിന യജ്ഞാതി രൂപത്തിലുള്ള സ്വധർമ്മേണച്ച ഒരു രാജാവ് അനുഷ്ഠിക്കേണ്ട സ്വധർമ്മത്താലും ബ്രഹ്മവിത് ചരണ അനുസേവയ ആ ബ്രഹ്മത്തെ അറിഞ്ഞ യഥാർത്ഥ ബ്രാഹ്മണന്മാരുടെ പാദസേവ കൊണ്ട് ആപാദിതം സമ്പാദിതമായ ഭഗവത് ഭക്തി യോഗേനച്ച സകലേശ്വര ഭക്തി യോഗത്താലും അഭീക്ഷ്ണശഃ പിന്നെയും പിന്നെയും പരിഭാവിത അതിശുദ്ധമതിഹി സംസ്കരിക്കപ്പെട്ട വിശുദ്ധ ചിത്തത്തോടു കൂടിയവനും ഉപരതാനാത്മ്യേ ദേഹേന്ദ്രിയാദികളുടെ അധ്യാസം ഇല്ലാതായി തീർന്ന, അതായത് താൻ ഈ ശരീരമല്ല ആത്മാവാണ് എന്ന ആ ചിന്ത ഉറച്ച ആത്മനി സ്വയം ഉപലഭ്യമാന ബ്രഹ്മാത്മാ അനുഭാവഃ ഇങ്ങനെ നിരന്തരം മനനം ചെയ്തതുകൊണ്ട് ആത്മനി തന്നെത്താൻ സ്വയം ഉപലഭ്യ സ്വയം ഉണ്ടായ ആ പ്രകാശം ബ്രഹ്മാത്മം, അതായത് ആത്മതത്വം ഉള്ളിൽ പ്രകാശിച്ചു. ഇതാണ് ബ്രഹ്മാത്മ അനുഭാവഃ അപി. അങ്ങനെ ശരിക്കും ഉള്ളിൽ ഈശ്വരനെ അനുഭവിച്ചു. ആ രീതിയിലും അദ്ദേഹം ഒരു ഋഷി തുല്യനായ ജീവിതം നയിച്ചു. ഇങ്ങനെയൊക്കെയാണെങ്കിലും താൻ എന്തോ വലിയ സംഭവമാണെന്ന അഭിമാനബോധം ഒട്ടുമുണ്ടായിരുന്നില്ല. അതാണ് ഏറ്റവും വലിയ ഗുണം. നിരഭിമാനഃ ഏവ നിരഹങ്കാരനായിട്ട് തന്നെ അവനിം അജൂഗുപത് ഭൂമിയെ നല്ലവണ്ണം പരിപാലിച്ചു. നേടേണ്ടതൊക്കെ നേടിക്കഴിഞ്ഞു. ആത്മവിദ്യ പോലും നേടിക്കഴിഞ്ഞിട്ടും ഒരു രാജാവാണെന്ന രീതിയിൽ തൻ്റെ സ്വധർമ്മം പരിപാലിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നതിനാൽ അതും ഒപ്പം തന്നെ അദ്ദേഹം വളരെ ഭംഗിയായി ചെയ്തു പോന്നു. 8-ാമത്തെ ശ്ലോകം. തസ്യ ഇമാം ഗാഥാം പാണ്ഡവേയ പുരാവിദ ഉപഗായന്തി. ഹേ പരീക്ഷിത്തെ, പാണ്ഡവേയ പുരാവിദഃ പുരാവൃത്തജ്ഞാനികളായ കവികൾ തസ്യ അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള ഇമാം ഗാഥാം ഈ വരികൾ ഇങ്ങനെ ഉപഗായന്തി പാടിവരുന്നു. ഗയന്റെ മഹാത്മ്യമറിഞ്ഞ ജ്ഞാനികൾ പണ്ഡിതർ ഇപ്രകാരം പാടിവരുന്നു. 9-ാമത്തെ ശ്ലോകം. ഗയം നൃപഃ കഃ പ്രതിയാതി കർമ്മഭിഃ യജ്വാ അഭിമാനി ബഹുവിധ ധർമ്മഗോപ്ത സമാഗത ശ്രീ സദസസ്പതിഃ സതാം തത്സേവകഃ അന്യോ ഭഗവത് കലാം ഋതേ.
ഭഗവത് കലാം ഭഗവാന്റെ അംശാവതാരമായ ഗയം ഋതേ ഗയനെ ഒഴിച്ച് അന്യഹ കഹ വേറെ ഏതൊരു നൃപഹ രാജാവാണ് യജ്വ ഇതുപോലെ ഒരുപാട് യജ്ഞം ചെയ്തും അഭിമാനി ഇവിടെ അഭിമാനി എന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു അഹങ്കാരം എന്ന നിലയിലല്ല, തൻ്റെ പ്രവൃത്തികളിൽ ഒരു ആത്മസംതൃപ്തി ഉള്ളവനായിട്ട് ഇരിക്കുക. അതേസമയം ബഹുജ്ഞൻ എല്ലാറ്റിനെക്കുറിച്ചും നല്ല അറിവുള്ളവൻ, ധർമ്മഗോപ്ത ധർമ്മ സംരക്ഷകനായും സമാഗത ശ്രീഹി എല്ലാ ഐശ്വര്യങ്ങളും അദ്ദേഹത്തെ തേടിയെത്തിയിരുന്നു. ഇങ്ങനെ സദാം സജ്ജനങ്ങളുടെ സദസസ്പതിഹി സഭാനാഥനായും സത്സേവക സജ്ജനങ്ങളെ സേവിക്കുന്നവനും ആയിട്ട് കർമ്മഭിഹി ഇങ്ങനെയുള്ള ഗയനെ കർമ്മങ്ങൾ കൊണ്ട് ആർക്കാണ് പ്രതിയാതി എതിരിടാൻ സാധിക്കുക? ഗയന് തുല്യം ഗയൻ മാത്രമാണ്. ഒരേ സമയം രാജാവെന്ന സ്വധർമ്മ അനുഷ്ഠാനത്തിലും അദ്ദേഹം പ്രഗത്ഭനായിരുന്നു. അതേസമയം തന്നെ ആ മോക്ഷാർത്ഥിയായിട്ട് സജ്ജന സേവനവും യജ്ഞാദി കാര്യങ്ങളും ഒപ്പം അവനവനെ ശുദ്ധീകരിക്കാനുള്ള സാധനയും ഭംഗിയായി ചെയ്തു പോന്ന ആ ഗയനുമായിട്ട് താരതമ്യപ്പെടുത്താൻ ഒരു രാജാവ് പോലും ഇല്ല എന്ന് പറയുന്നു. 10ാമത്തെ ശ്ലോകം. യം അഭ്യഷിഞ്ചൻ പരയാ മുദാ സതീഹി സത്യാശിഷോ ദക്ഷകന്യാഃ സരിദ്ഭിഃ യസ്യ പ്രജാനാം ദുദുഹേ ധരാ ആശിഷോ നിരാശിഷോ ഗുണവത്സസ്നുതോധാഃ. സത്യാശിഷഃ എല്ലാ ആഗ്രഹങ്ങളും സഫലമായ, ഇവിടെ സഫലമാവുക എന്നതിനേക്കാളും കിട്ടുന്നതിൽ സന്തോഷിക്കുക, അങ്ങനെ നമുക്ക് സഫലമായ ജീവിതം നയിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ ലോഭികൾക്ക്, ഇനിയും വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ ലോകത്ത് ആഗ്രഹിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ അദ്ദേഹം തനിക്ക് ലഭിച്ചവയിൽ സന്തുഷ്ടനായിരുന്നു. ഇങ്ങനെയുള്ള അദ്ദേഹത്തെ സതീഹി സാധ്വികളായ ദക്ഷകന്യാഹ തുടങ്ങിയ ശ്രദ്ധ, മൈത്രി, ദയ തുടങ്ങിയ ദക്ഷകന്യകമാർ. അപ്പോൾ ഈ പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ഗുണങ്ങളാണ്. ഇതിനെ പ്രതീകാത്മകമായിട്ട് പറയുകയാണ്. ആ ശ്രദ്ധാദി ദക്ഷപുത്രിമാർ സരിദ്ഭിഹി പുണ്യനദീജലങ്ങളാൽ പരയാ വർദ്ധിച്ച മുദാ സന്തോഷത്തോടെ യം ഈ ഗയനെ അഭ്യഷിഞ്ചൻ അഭിഷേകം ചെയ്തിരുന്നു. എന്ന് വെച്ചാൽ ഇദ്ദേഹം ഈ ഗുണങ്ങൾക്കൊക്കെ അധിപനായിരുന്നു എന്നതുപോലെയാണ് ജീവിച്ചത്. എന്നാൽ അദ്ദേഹത്തിന് യാതൊരു വിധത്തിലുള്ള ആഗ്രഹങ്ങളും ഇല്ലായിരുന്നു. അതാണ് നിരാശിഷഃ. ഒരാഗ്രഹവും ഇല്ലാത്ത യസ്യ ഈ ഗയന്റെ പ്രജാനാം പ്രജകൾക്ക് ധര ഭൂമിദേവി ഗുണവത്സ സ്നുതോധാഹ ഈ ഗയന്റെ ഗുണങ്ങളാകുന്ന പശുക്കുട്ടിയെ സന്തോഷിപ്പിക്കാൻ എന്നതുപോലെ ഇഷ്ടം പോലെ ഭൂമിദേവി അനുഗ്രഹിച്ചു കൊടുത്തു. അതിനാണ് പറയുന്നത് ഭൂമിദേവി ചുരന്നതായ അകിടോടുകൂടിയവളായി ഭവിച്ച് ആശിഷഃ ആ രാജ്യത്തിന് ആവശ്യമായിട്ടുള്ള ഫലമൂലാദികളൊക്കെ എല്ലായിടത്തും അങ്ങനെ നിറഞ്ഞു നിന്നിരുന്നു. അതാണ് ആശിഷഃ ദുദുഹേ സമസ്ത കാമങ്ങളെയും കറന്നേകിയിരുന്നു. ആ രാജ്യം ഫലഭൂയിഷ്ഠമായിരുന്നു എന്നാണ് അർത്ഥം. 11ാമത്തെ ശ്ലോകം. ഛന്ദാംസി അകാമസ്യ ച യസ്യ കാമാൻ ദുദൂഹുഹു ആജഹ്രുഹു അധോ ബലിം നൃപാഃ പ്രത്യഞ്ഛിതായുധി ധർമ്മേണ വിപ്രാ യദാശിഷാം ഷഷ്ഠം അംശം പരേത്യ. ഛന്ദാംസി ച വേദങ്ങളും വേദത്തിൽ പറഞ്ഞിരിക്കുന്ന കർമ്മങ്ങളും അകാമസ്യ കാമനാരഹിതനാണ്, ഒന്നും ആഗ്രഹിക്കാത്തവനാണെങ്കിൽ കൂടി വേദത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ഇഷ്ടപൂർത്തീകരണത്തിനായി ഇന്ന കർമ്മങ്ങൾ ചെയ്യണം എന്ന്. പക്ഷെ ഇദ്ദേഹം യാതൊരുവിധ ആഗ്രഹങ്ങളും ഇല്ലാത്തത് കൊണ്ട് ഇതൊന്നും ചെയ്യാറില്ല. എന്നിട്ട് പോലും യസ്യ കാമാൻ ഇദ്ദേഹത്തിന് എല്ലാവിധ കാമിതങ്ങളെയും
ഒരു മനുഷ്യൻ ആഗ്രഹിക്കുന്നത് സാധാരണഗതിയിൽ എന്താണോ ആഗ്രഹിക്കുക അതെല്ലാം അവരായിട്ട് തന്നെ വേദങ്ങൾ ദേവതാരൂപത്തിൽ ഇദ്ദേഹത്തെ അനുഗ്രഹിച്ചിരുന്നു. അതാണ് ദദൂഹുഹു, അദ്ദേഹത്തിന് നൽകിയിരുന്നു. അധോ ഇനി രാജാവെന്ന നിലയിൽ യുദ്ധത്തിൽ പ്രത്യഞ്ചിതാഹ, ശരങ്ങളെ കൊണ്ട് അദ്ദേഹം മറ്റുള്ളവരെ എയ്യുന്ന സമയത്ത് അത് അവർക്കൊരു അനുഗ്രഹമായി തീർന്നു എന്നാണ്. അതുകൊണ്ടാണ് പ്രതിപൂജിതരായിരുന്ന ഇദ്ദേഹത്തിന്റെ ശരങ്ങളെ കൊണ്ട് പൂജിക്കപ്പെട്ട നൃപാഹ, ശത്രുരാജ്യത്തെ രാജാക്കന്മാർ കീഴടങ്ങിയിട്ട് തങ്ങളുടെ ബലിം, അതായത് കപ്പം കൊടുക്കുക, തങ്ങൾ അങ്ങേക്ക് അധീനപ്പെട്ടിരിക്കുന്നു എന്ന് കാണിക്കുന്ന രീതിയിൽ ഇദ്ദേഹത്തിന് കപ്പം ആജഹ്രുഹു കൊണ്ടുവന്ന് സമർപ്പിച്ചിരുന്നു. ഇനി ബ്രാഹ്മണരെ പൂജിക്കുന്നതിൽ വളരെയധികം ശ്രദ്ധാലുവായിരുന്നു. അങ്ങനെ ധർമ്മേണ, ആ മുറക്കൊത്ത പരിപാലനം കൊണ്ട് പൂജിതരായ വിപ്രാഹ, ബ്രാഹ്മണന്മാർ യഥാ എപ്പോഴാണോ അവർ ശരീരം വിടുന്നത്, പരേത്യ അവർ മരിച്ച് മറ്റൊരു ലോകത്തിലേക്ക്, സ്വർഗാദി ലോകത്തിലേക്ക് ഗമിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് അവർ നേടിയ ധർമ്മഫലങ്ങളുടെ ആശിഷാം ഷഷ്ടം അംശം, ഒരു ഭാഗത്തെ ഈ ഗയനായിട്ട് സമർപ്പിച്ചിരുന്നു. ഇങ്ങനെ അത്രയും ശ്രേഷ്ഠമായ ജന്മമായിരുന്നു ഗയന്റേത് എന്ന് കാണിക്കുകയാണ്. സാധാരണ നേരിട്ട് ദേവന്മാരാണ് യജ്ഞത്തിന്റെ ഫലങ്ങളൊക്കെ സ്വീകരിക്കുക. എന്നാൽ ഒരിക്കൽ നടത്തിയ യജ്ഞം ഈ സോമപാനം അധികമായിട്ടുള്ളതായിരുന്നു. ആ സോമപാനം കഴിച്ച് ദേവേന്ദ്രൻ മത്തനായി ഇരുന്ന സമയത്ത് സാക്ഷാൽ ഭഗവാൻ വിഷ്ണു തന്നെ ഇദ്ദേഹത്തിന്റെ ആ ഭക്തിയോടുകൂടെ സമർപ്പിച്ച യജ്ഞഫലത്തെ സ്വീകരിച്ചു എന്നാണ് 12ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. യസ്യ അധ്വരേ ഭഗവാൻ അധ്വരാത്മാ മഘോനി മാദ്യതി ഉരു സോമപീഠേ ശ്രദ്ധാ വിശുദ്ധ അചല ഭക്തിയോഗ സമർപ്പിത ഇജ്യാഫലം ആജഹാര. യസ്യ യാതൊരു ഗയന്റെ ഒരു സോമപീഠേ, ഉരു എന്നാൽ വളരെയധികം സോമപാനം ഉള്ളതായിരുന്ന ഒരു അധ്വരേ, യജ്ഞത്തിൽ ശരിക്കും ദേവേന്ദ്രനായിരുന്നു അത് സ്വീകരിക്കേണ്ടിയിരുന്നത്. അങ്ങനെ സ്വീകരിച്ചു. ദേവേന്ദ്രൻ ആദ്യം ഈ സോമം സ്വീകരിച്ചു, സോമപാനം സ്വീകരിച്ചു. അതാണ് മഘോനി. ദേവേന്ദ്രൻ മാദ്യതി, ഈ സോമപാനം കൊണ്ട് മത്തനായിരിക്കവേ അധ്വരാത്മാ ഭഗവാൻ, യജ്ഞസ്വരൂപനായ ഭഗവാൻ വിഷ്ണു നേരിട്ട് വന്ന് ശ്രദ്ധാവിശുദ്ധ അചല ഭക്തിയോഗ സമർപ്പിതേ, ശ്രദ്ധ കൊണ്ട് പരിശുദ്ധവും സുദൃഢവുമായ ഭക്തിയോടുകൂടെ സമർപ്പിക്കപ്പെട്ട ഇജ്യാഫലം, ആ യജ്ഞഫലത്തെ ആജഹാര സ്വീകരിച്ചിരുന്നു. അങ്ങനെ ഭഗവാൻ മഹാവിഷ്ണു തന്നെ നേരിട്ട് യജ്ഞഫലം സ്വീകരിക്കുക എന്ന ഒരു വൈശിഷ്ട്യവും ഗയന്റെ ആ യജ്ഞത്തിനുണ്ടായിരുന്നു. ഇവിടെ സാക്ഷാൽ യജ്ഞസ്വരൂപനായ ഭഗവാൻ മഹാവിഷ്ണുവിനെ പ്രീതിപ്പെടുത്താനാണ് എല്ലാ യജ്ഞങ്ങളും. അപ്പോൾ ആ ഭഗവാൻ തന്നെ സ്വീകരിച്ചു എന്ന് പറയുമ്പോഴുള്ള ആ വൈശിഷ്ട്യത്തെയാണ് പറയുന്നത്. 13ാമത്തെ ശ്ലോകം. യത് പ്രീണനാത് ബർഹിഷി ദേവ തിര്യങ് മനുഷ്യ വീരു തൃണം ആവിരിഞ്ചാത് പ്രിയേത സദ്യ സഹ വിശ്വജീവ പ്രീതസ്വയം പ്രീതിം അഗാത് ഗയസ്യ. യത് പ്രീണനാത്ത്, യാതൊരാളുടെ സംതൃപ്തി മൂലം ദേവ തിര്യങ്, തിര്യക്കുകൾ എന്നാൽ പക്ഷിമൃഗാദികൾ, മനുഷ്യ വീരുത്ത് എന്നാൽ ലതകളും തൃണം പുൽക്കൊടികളും മറ്റുമായി എന്തിനു പറയുന്നു? ആ വിരിഞ്ചാത്, ബ്രഹ്മാവ് വരെയുള്ള സകല ജീവരാശിയും ഏതൊരു ഭഗവാൻ മഹാവിഷ്ണു തൃപ്തിയായാലാണോ സദ്യപ്രിയേത, അവർക്കൊരു തൃപ്തി ലഭിക്കുന്നത്. ഭഗവാൻ പ്രസാദിച്ചു എന്നതിൻ്റെ തെളിവാണ് നമുക്കുണ്ടാകുന്ന മനഃപ്രസാദം. അങ്ങനെയുള്ള സഹ വിശ്വജീവ, ആ സർവാന്തര്യാമി സ്വയം പ്രീതഃ, സ്വയമേവ പ്രീതനാണെങ്കിലും ബർഹിഷി, ഈ ഗയൻ ചെയ്ത യജ്ഞത്തിൽ ഗയസ്യഹ, ഗയന്റെ നേർക്ക് പ്രകടമായിട്ട് ആ പ്രീതിം, തൻ്റെ പ്രീതിയെ അഗാത്ത്
കാണിച്ചു കൊടുക്കുകയുണ്ടായി. ഭഗവാൻ എല്ലായ്പ്പോഴും പ്രീതനാണ്, പക്ഷെ അത് പ്രത്യേകമായിട്ട് ഗയന് അതൊന്ന് പ്രദർശിപ്പിച്ചു കൊടുത്തു. ഇങ്ങനെയുള്ള ഗയനോട് ഇടനിൽക്കാൻ ഏത് രാജാവുണ്ട് എന്നാണ് ഇവിടെ ചോദിച്ചു വെക്കുന്നത്. ഇങ്ങനെ ഗയന്റെ മഹാത്മ്യം പറഞ്ഞ് വീണ്ടും ആ വംശപരമ്പര പറയുന്നത് തുടരുന്നു. 14-ാമത്തെ ശ്ലോകം. ഗയാത് ഗയന്ത്യാം ചിത്രരഥഃ സുഗതിഃ അവരോധന ഇതി ത്രയഃ പുത്രാഃ ബഭൂവുഃ ചിത്രരഥാത് ഊർണായാം സമ്രാട്ട് അജനിഷ്ഠ. ഗയാത് ഗയനിൽ നിന്ന് ആ ഗയന്റെ ഭാര്യയായ ഗയന്തിയിൽ ചിത്രരഥഃ സുഗതിഃ അവരോധനഃ, ഇത് തന്നെയാണ് അവരുടെ പേര്. ഈ 3 പേരുകളുള്ള ത്രയഃ പുത്രാഃ ബഭൂവുഃ, 3 പുത്രന്മാരുണ്ടായി. ഇതിൽ തന്നെ ചിത്രരഥാത്, ചിത്രരഥനിൽ നിന്ന് ഭാര്യയായ ഊർണായാം, ഊർണയിൽ സമ്രാട്ട്, സമ്രാട്ട് എന്ന് പേര് ഉള്ള ഒരു മകൻ അജനിഷ്ഠ ജനിച്ചു. 15-ാമത്തെ ശ്ലോകം. തത ഉത്കലായാം മരീചിഃ മരീചേഃ ബിന്ദുമത്യാം ബിന്ദുമാൻ ഉദപദ്യത തസ്മാത് സരഘായ മധുഃ നാമ അഭവത് മധോഃ സുമനസി വീരവ്രതഃ തതോ ഭോജായാം മന്ധു പ്രമന്ധു ജജ്ഞാതേ മന്ധോഃ സത്യായാം ഭൗവനഃ തതോ ദൂഷണായാം ത്വഷ്ടാ അജനിഷ്ഠ ത്വഷ്ടുഃ വിരോചനായാം വിരജോ വിരജസ്യ ശതജിത് പ്രവരം പുത്രശതം കന്യാച്ച വിഷൂച്യാം കില ജാതം. സമ്രാട്ടിന് തതഃ, ആ സമ്രാട്ടിൽ നിന്ന് ഉത്കലായാം, ഉത്കല എന്ന ഭാര്യയിൽ മരീചിഃ, മരീചി ഉണ്ടായി. മരീചേഹേ ബിന്ദുമത്യാം, മരീചിയിൽ നിന്ന് ബിന്ദുമതിയിൽ ബിന്ദുമാൻ ഉദപദ്യത, ബിന്ദുമാൻ എന്ന മകനുണ്ടായി. തസ്മാത് അദ്ദേഹത്തിന് സരഘായാം, സരഘയിൽ മധുഃ നാമ അഭവത്, മധു എന്നു പേരായ മകൻ ജനിച്ചു. മധോഃ സുമനസി, മധുവിന് സുമനസ് എന്നവളിൽ വീരവ്രതഃ, വീരവ്രതൻ ജനിച്ചു. തതഃ ഭോജായാം, അദ്ദേഹത്തിൽ നിന്ന് ഭോജയിൽ മന്ധു പ്രമന്ധൂഃ ജജ്ഞാതേ, മന്ധു പ്രമന്ധു എന്നിവർ ജനിച്ചു. മന്ധേഹേ സത്യായാം, മന്ധുവിൽ നിന്ന് സത്യയിൽ ഭൗവനഃ, ഭൗവനൻ ഉണ്ടായി. തതഃ ദൂഷണായാം, ആ ഭൗവനന് ദൂഷണയിൽ ത്വഷ്ടാ, ത്വഷ്ടാവ് ജനിച്ചു അജനിഷ്ഠ. തുഷ്ടുഃ, ത്വഷ്ടാവിന് വിരോചനായാം, വിരോചനയിൽ വിരജഃ, വിരജൻ എന്ന മകനുണ്ടായി. വിരജസ്യ, വിരജന് വിഷൂച്യാം, വിഷൂച്ചിയിൽ ശതജിത് പ്രവരം, ശതജിത് മുതലായ പുത്രശതം, 100 മക്കൾ ജാതം കില ഉണ്ടായി പോൽ. അതേസമയം ഒരു കന്യാച്ച, ഒരു കന്യകയും ഉണ്ടായിരുന്നു. ഇതിൽ ഈ വിരജനെ അധികരിച്ച് പ്രസിദ്ധിയുള്ള ഒരു ശ്ലോകമാണിത്. അതാണ് തത്ര അയം ശ്ലോകഃ. ഇവിടെ പ്രിയവ്രതന്റെ ആ വംശപരമ്പരയാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ഈ വിരജനോട് കൂടിയിട്ടാണ്, അല്ലെങ്കിൽ വിരജന് പിന്നീട് മക്കളുണ്ടായി, അതോടുകൂടെ ആ വംശപരമ്പര അവസാനിച്ചു എന്നാണ് പറയുന്നത്. അതോടുകൂടിയാണ് ഈ അധ്യായവും അവസാനിക്കുന്നത്. 16-ാമത്തെ ശ്ലോകം. പ്രയ്യംവ്രതം വംശം ഇമം വിരജഃ ചരമോദ്ഭവഃ അകരോത് അത്യലം കീർത്തിയാ വിഷ്ണുഃ സുരഗണം യഥാ. ചരമോദ്ഭവഃ, ഒടുവിൽ ഉണ്ടായ വിരജഃ, വിരജൻ എന്ന രാജാവ് പ്രയ്യവ്രതം, പ്രിയവ്രതനെ സംബന്ധിച്ച ഇമം വംശം, ഈ വംശപരമ്പരയെ വിഷ്ണുഹു, ഭഗവാൻ മഹാവിഷ്ണു സുരഗണം, ദേവസമൂഹത്തെ യഥാ എന്നതുപോലെ കീർത്തിയ, കീർത്തി കൊണ്ട് അതി അലം, അത്യധികമായി അലം അകരോത്ത്, അലങ്കരിച്ചിരുന്നു. ഒരു പക്ഷേ ഭരതന് ശേഷം ഗയനാണ് പിന്നീട് കൂടുതൽ പ്രസിദ്ധി ആർജിച്ച രാജാവ്. അതിനുശേഷം ഉണ്ടായ ഈ വിരജനോടുകൂടിയാണ് പ്രിയവ്രതന്റെ വംശപരമ്പര അവസാനിക്കുന്നത്. ഈ വിരജന് 100 മക്കൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു, അതിനുശേഷമുള്ളത് പറയുന്നില്ല. ഇവിടെ ആ വിരജൻ എന്ന രാജാവ് ആ വംശത്തിന് തന്നെ അലങ്കാരമായിരുന്നു. അതാണ് ഏതുപോലെ
വിഷ്ണു ഭഗവാൻ ഏതുപോലെയാണോ ദേവന്മാർക്കൊരു അലങ്കാരമായിരുന്നത്, ഇതുപോലെ ആ വംശത്തെ മുഴുവൻ അലങ്കരിച്ചിരുന്ന രാജാവായിരുന്നു വിരജൻ. ഇങ്ങനെയാണ് ആ ഒരു വംശ പരമ്പര പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പഞ്ചമസ്കന്ധേ പഞ്ചദശോധ്യായഃ. ചില അധ്യായങ്ങൾ ഇങ്ങനെയാണ്, കുറേ പേരുകൾ ഇങ്ങനെ പറഞ്ഞു പോവുകയേ ഉള്ളൂ, അതങ്ങനെ കേട്ടുപോകാനേ ഉള്ളൂ. ഹരേ രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ.